നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗോകുലം ഗോപാലിനെ വിടാതെ ഇഡി, വീണ്ടും നോട്ടീസ്. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ വിടാതെ ഇഡി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി വീണ്ടും നോട്ടീസ് അയച്ചു. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നേരിട്ടെത്തുകയോ പ്രതിയെ അയക്കുകയോ ചെയ്യാമെന്നും ഇഡി പറഞ്ഞു. ഇന്നലെ കൊച്ചി ഓഫീസിൽ ഗോകുലം ഗോപാലിനെ 6 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഗോകുലം ഗോപാലിനെതിരായി ഇഡി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളിലും അദ്ദേഹത്തിന്റെ മൊഴികളിലുമുള്ള പരിശോധനയാണ് നടക്കുന്നത്. 595 കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം പ്രാഥമികമായി ഇഡി കണ്ടെത്തി. എന്നാൽ കൂടുതൽ തുകയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വിദേശത്തു നിന്നും ചട്ടം ലംഘിച്ചെത്തിയ പണം എന്ത് ആവശ്യത്തിന് ഗോകുലം ഗ്രൂപ്പ് ഇവിടെ ചിലവഴിച്ചു എന്നതിലടക്കമാണ് ഇഡി പരിശോധന. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായത്. ഏപ്രിൽ 8 വരെ വടക്കു പടിഞ്ഞാറ് ദിശയിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള 48 മണിക്കൂറിൽ വടക്ക് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ 11-ാം തീയതി വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് ദാരുണാന്ത്യം, 3 പേർക്ക് ഗുരുതര പരിക്ക്. തൊടുപുഴ സ്വദേശി സനൂഷാണ് മരിച്ചവരിൽ ഒരാൾ. മറ്റേയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പുലർച്ചെ 3:30-യോടെ നാട്ടകം പോളിടെക്നിക് കോളേജിന് മുന്നിലായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടമായി ജീപ്പ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ജീപ്പിന് പിന്നിലിരുന്ന 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ മുൻവശം പൂർണ്ണമായും തകർന്ന ജീപ്പ് അഗ്നിരക്ഷാസേന എത്തിയാണ് നീക്കം ചെയ്തത്. അപകടത്തെ തുടർന്ന് റോഡിൽ രൂപപ്പെട്ട ഗതാഗത തടസ്സം ചിങ്ങവനം പോലീസ് എത്തിയാണ് നീക്കിയത്. ബംഗളൂരുവിൽ നിന്നും ലോഡ് കയറ്റി വന്ന ലോറിയിലേക്ക് ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു. പത്തനംതിട്ടയിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ RR രതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട ചിറ്റാറിലെ വീട്ടിലാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. വിശദമായ അന്വേഷണം നടത്തും. AICC സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കില്ല. അഹമ്മദാബാദിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ദ്വിദിന AICC സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കില്ല. വിദേശത്തായതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് വിവരം. വിശാല പ്രവർത്തക സമിതി യോഗം ഇന്ന് സർദാർ വല്ലഭായി പട്ടേൽ ദേശീയ മ്യൂസിയത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് നടക്കുന്നത്. സെഷനിൽ അവതരിപ്പിക്കാനിരിക്കുന്ന 2 പ്രമേയങ്ങൾക്ക് യോഗം അംഗീകാരം നൽകും. പാർട്ടിയിൽ നവീകരണത്തിനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകും. DCCകളെ ശക്തിപ്പെടുത്തുന്നതിനായി കൊണ്ടുവരേണ്ട മാറ്റങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും. നാളെ നടക്കുന്ന സമ്മേളനത്തിൽ 1700 പ്രതിനിധികൾ പങ്കെടുക്കും. DCCകളെ ശക്തിപ്പെടുത്തുന്നതിനായി പാർട്ടിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളിൽ പ്രവർത്തക സമിതി അന്തിമ തീരുമാനമെടുക്കും. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വരണമോ അതോ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമോ എന്നും യോഗം ചർച്ച ചെയ്യും.